നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്ന് 6ാം തരത്തിലെ ഒരു ചിത്രം എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് രചിച്ചത് ആരാണെന്നറിയണ്ടേ? ആധുനിക കവിത്രയത്തിൽപ്പെട്ട വള്ളത്തോൾ നാരായണ മേനോനാൽ വിരചിതമായതാണ് ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞ ഈ കവിത. ആരൊക്കെയാണ് ആധുനിക കവിത്രയങ്ങൾ? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ നമുക്ക് ഈ കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വള്ളത്തോൾ നാരായണ മേനോനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം? മലപ്പുറം ജില്ലയിലാണ് വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത്. കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ചിത്രയോഗം, ബദിരവിലാപം, ഒരു കത്ത്, ബന്ധനസ്ഥനായ അനിരുദ്ധൻ, മഗ്ദലന മറിയം, കൊച്ചു സീത എന്നിവയാണ്. പാഠം തുടങ്ങുന്നതിന് മുമ്പ് മിസ്സ് ചെറിയൊരു ഐതിഹ്യം പറഞ്ഞുതരാം. കഥ കേൾക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പം അത് പാഠം തുടങ്ങുന്നതിന് മുമ്പ്, പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കേട്ടോ. കംസൻ തൻ്റെ സഹോദരിയായ ദേവകിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുന്നു. അശരീരി എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തു നിന്നൊരു ശബ്ദം അല്ലേ കേൾക്കുന്നു. എന്തായിരുന്നു അത്? വസുദേവർക്കും ദേവകിക്കും ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ തൻ്റെ മാതുലനായ കംസനെ വധിക്കുമെന്ന്. അത് കേട്ട് പേടിച്ചു പോയ കംസൻ ഇവരെ രണ്ടുപേരെയും കൂടി കാരാഗൃഹത്തിൽ അടച്ചിടുന്നു. എന്നിട്ട് എന്തായി? അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതനുസരിച്ച് ആ ദുഷ്ടനായ കംസൻ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ പിടിച്ച് അവരുടെ തല പാറയിലടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ 1ാമത്തെ കുഞ്ഞിനെയും 2ാമത്തെ കുഞ്ഞിനെയും 3ാമത്തെ കുഞ്ഞിനെയും 4ാമത്തെ കുഞ്ഞിനെയും അങ്ങനെ കൊന്ന് വസുദേവർക്കും ദേവകിക്കും 8ാമത്തെ കുട്ടിയായ കൃഷ്ണൻ പിറന്നു. ആ സമയത്ത് അവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? അവിടെ എപ്പോഴും ഒരു അശരീരി ഉണ്ടായി. എന്തായിരുന്നു അശരീരി? വസുദേവരോട് കുഞ്ഞിനെ എടുത്ത് മധുരയിലേക്ക് ചെന്നിട്ട് അവിടെ യശോദ എന്ന് പറഞ്ഞ അവിടെ യശോദയുടെ അരികിൽ ഒരു കുഞ്ഞുവാവ ഉണ്ടായിട്ടുണ്ടെന്നും ആ കുഞ്ഞിനെ കൃഷ്ണനെ അവിടെ കിടത്തിയിട്ട് തിരിച്ച് യശോദയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് തിരികെ വരണമെന്നുമായിരുന്നു ആ അശരീരി. വസുദേവർ അത് കേട്ട് അത് സമ്മതിച്ചു. അപ്പം കുഞ്ഞിനെ എന്ത് ചെയ്തു? ഒരു കൊട്ടയിലെടുത്ത് കിടത്തി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോഴേക്കും കാരാഗൃഹത്തിൽ കാവൽ നിന്നവരെല്ലാം നല്ല മയക്കത്തിലാണ്ടുപോയി. എന്താ, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവിടെ എല്ലാവരും നല്ല മയക്കത്തിലാണ്ടു. എന്നിട്ട് ഇദ്ദേഹം കുഞ്ഞിനെ കൊട്ടയിലെടുത്ത് കൊട്ടയിൽ കിടത്തി അടുത്ത് മധുരയിലേക്ക് നടന്നു പോയി. ഭയങ്കര പ്രളയം ഉണ്ടായ സമയമാണെന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് അവിടെ ആ കുഞ്ഞിനെ കിടത്തി തിരിച്ച് ആ യശോദയ്ക്കുണ്ടായ പെൺകുഞ്ഞിനെ എടുത്ത് തിരിച്ചു കൊണ്ടുപോന്നു. തിരിച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ കടന്ന സമയത്തേക്ക് ആ പെൺകുഞ്ഞ് ഒറ്റ കരച്ചിൽ കരഞ്ഞു. അപ്പം വീണ്ടും കംസൻ ഓടി വന്നു. ആ ദുഷ്ടനായ കംസൻ പറഞ്ഞു, ഇപ്പോഴും ഒരു കുട്ടി ഉണ്ടായല്ലേ? അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്തു പറഞ്ഞു? ഈ കുഞ്ഞിനെങ്കിലും കൊല്ലല്ലേ എന്ന് വസുദേവരും നിലവിളിച്ചു പറഞ്ഞിട്ടും ആ ദുഷ്ടൻ അത് കേൾക്കാതെ കുഞ്ഞിനെ കൊണ്ടുപോയി പാറയിലടിക്കാനായിട്ട് തുടങ്ങി. ആ സമയത്തേക്ക് ആ പെൺകുഞ്ഞൊരു ദേവതയായി മാറുകയും ദുഷ്ടനായ കംസനോട് പറയുകയും ചെയ്തു, കംസ, നിൻ്റെ അന്തകൻ ജനിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെയാണ്
ശ്രീകൃഷ്ണൻ്റെ ജനനം. അങ്ങനെ അപ്പം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ചിത്രം കണ്ടോ? ആ ചിത്രത്തിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്താ കാണുന്നേ? അമ്മയുടെ അടുത്ത് ചാരി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ പടം അല്ലേ? അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം. വള്ളത്തോൾ നാരായണമേനോൻ വളരെ മനോഹരമായിട്ടാണ് ഈ വരികളെല്ലാം രചിച്ചിരിക്കുന്നത്. മലയാള തനിമ ഒട്ടും ചോർന്നു പോകാതെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഭാഷാശൈലി കൊണ്ട് വളരെയധികം മികവുറ്റതാക്കി തീർത്തിരിക്കുന്നു. അപ്പം മിസ് ഈ കവിത ഒന്ന് ചൊല്ലാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഇതേ ഈണത്തിൽ തന്നെ പാടി പഠിക്കണം. എത്ര പ്രാവശ്യം പാടി പഠിക്കും? ഒരു 10 പ്രാവശ്യത്തോളം പാടിക്കും കേട്ടോ. എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. ഇതേ രീതിയിൽ തന്നെ പാടി പഠിക്കണം. അപ്പം മിസ് കവിത ചൊല്ലട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. അർത്ഥം പറഞ്ഞു തരുമ്പോൾ അത് അണ്ടർലൈൻ ചെയ്ത് അർത്ഥം അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ മലയാളം നോട്ട്ബുക്കിൻ്റെ മിസ് പറഞ്ഞു തരാം. പക്ഷെ അതിന് മുമ്പ് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം മിസ് കവിത ചൊല്ലട്ടെ. നീതു കാൺകോരാൺ കുഞ്ഞിതാതൻ കുഞ്ഞി കയ്യിൽ ചേറിയ പാൽപാത്രവുമാ പൈനെ കാലേ കറന്നിടുമമ്മതൻ മീൻ വലം വശം ചാരി നിൽപ്പൂ മാതാവോ പൈക്കറ നിർത്തി മാണിവാള വ്രതമാണിഞ്ഞ വാലത്തു കയ്യ പൈതലേ പേർത്തു മാണച്ചു പുണർന്നതി പ്രീതയായി കോൾമായീർ കൊണ്ടിടുന്നു ചേലൂറ്റ പാത്രത്തിലമ്മ നാറു ചൂടു പാലും പകർന്നു കൊടുത്തതീന ബാലൻ്റെ ചെന്തൊണ്ടി പായ്മലരിൽ ചേറ്റു പാലഞ്ചും പുഞ്ചിരി തഞ്ചിടുന്നു താമര താരീകൾ പോലെ നേടുതായി തോമായെഴുതിയ കണ്ണീണയിൽ പ്രേമാവും ഹർഷവും ഉൾക്കൊള്ളുമുണ്ണീതൻ ഓമന വക്ത്രമീരത്ര രമ്യം എമ്മട്ടന്നോതുവാനേതും കഴിവില്ല അമ്മധുരാനമൊന്നു കണ്ട അമ്മയ്ക്കു മാത്രമല്ലാർക്കുമേ ചെന്നേട് തുമ്മ വച്ചിടുവാൻ തോന്നുമല്ലോ കേവല ഭംഗ്യ കോഴുത്തൂരുണ്ടുള്ളോരി പൂവൽ മെയ് പൂൺമോർതാൻ പുണ്യവാന്മാർ ലാവണ്യ ദുഗ്ധം കടഞ്ഞിടുത്തിടീന തൂവെണ്ണയോയിതു തമ്പുരാനേ. മനസ്സിലായോ കേട്ടിട്ട്? ഏതാ ഈണമെന്ന് മനസ്സിലായോ? ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചിട്ടുണ്ടല്ലേ? ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം ഏത് രീതിയിലാണ്? താരാട്ടുപാട്ടിൻ്റെ രീതിയിലാണ് അദ്ദേഹം ചെറുശ്ശേരി കൃഷ്ണഗാഥ, കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥ താരാട്ടുപാട്ടിൻ്റെ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. മിസ് ആ കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? അത് ഏത് രീതിയാണ്? ഏകദേശം ആ രീതി തന്നെ നമ്മൾ ചൊല്ലി പഠിക്കുക അല്ലേ? എങ്ങനെയാണ്? അപ്പം ആ രീതി തന്നെയാണ് മിസ് ഈ കവിത ചൊല്ലിയിരിക്കുന്നത്. അപ്പം ഈ സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിൽ നിന്നാണ്
ഈ കവിത എടുത്തിരിക്കുന്നത്. അപ്പോൾ മറന്നു പോകരുത്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ, കവിത ഏത് പാഠഭാഗത്ത് നിന്നിട്ട്? സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്ത് നിന്നാണ് എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം. അപ്പം അതിൻ്റെ ആദ്യത്തെ 4 വരികളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കവിതയുടെ ട്യൂൺ, അപ്പം ഈ ട്യൂണിൽ തന്നെ അങ്ങോട്ട് ചൊല്ലി പഠിക്കുക. എത്ര പ്രാവശ്യം വേണേലും പാടി പഠിക്കുക. അപ്പോൾ ആദ്യത്തെ 4 വരി മിസ് ഒന്നുകൂടെ ചൊല്ലിയിട്ട് കൂടെ ചൊല്ലുമോ? എന്നിട്ട് മിസ് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. നോക്കി. നീതു കാൺകോരാൻ കുഞ്ഞിതാതൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടുമമ്മതൻ മെയിൻ വലം വശം ചാരി നിൽപ്പൂ. എന്താ പറയുന്നത്? അത് നീ ഇത് കാണുക. എന്താ കാണാൻ പറഞ്ഞേ? നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താ നോക്കുക? അവിടെ എന്താ കാണുന്നേ? എന്താ അവിടെ കാണുന്നേ? ഒരു ആൺകുഞ്ഞ്, ഒരു കുഞ്ഞു വാവ തൻ്റെ കയ്യിൽ എന്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു? ചെറിയൊരു പാൽപാത്രവും പിടിച്ചുകൊണ്ട് പയ്യനെ കറക്കുന്ന, പയ്യനെന്ന് പറഞ്ഞാൽ എന്താണ്? പശുവിനെ കറക്കുന്ന, കാലേ തന്നെ കറന്നിടുന്ന, രാവിലെ തന്നെ കറന്നിടുന്ന അമ്മയുടെ ശരീരത്തോട് അല്ലേ? മെയ്യെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശരീരം അല്ലേ? അപ്പം ശരീരത്തിൻ്റെ വലത്ത് വശത്ത് ഇങ്ങനെ ചാരി അങ്ങ് നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പം നീ ഇത് കാണുക. നീ ഇങ്ങോട്ട് നോക്കൂ. എന്താണ് കാണുന്നത്? അപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വാവ ഒരു പാൽപാത്രമൊക്കെ പിടിച്ചുകൊണ്ട് അമ്മയുടെ ശരീരത്തിൻ്റെ വലത്തുവശത്ത് ചാരി, അമ്മ രാവിലെ തന്നെ പശുവിനെ കറക്കാനായിട്ട് പോയി. അപ്പം അമ്മയുടെ ശരീരത്തിൻ്റെ വലത്തുവശത്ത് ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുക. കുഞ്ഞുവാമാരുടെ പ്രത്യേക സ്വഭാവമല്ലേ? നിങ്ങളും കുഞ്ഞാവയൊക്കെ ആയിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? അമ്മയുടെ അടുത്ത് ചെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ്, അമ്മ എഴുന്നേൽക്കുമ്പം തന്നെ അമ്മയുടെ കൂടെ പോയി അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അടുക്കളയിൽ ചെന്നിട്ട് എന്തു പറയും? അമ്മ എനിക്ക് പാല് വേണം, എനിക്കിപ്പോൾ പാലെടുത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് അമ്മയോട് അങ്ങ് ചേർന്ന് നിൽക്കും അല്ലേ? കാരണം എന്താ? അമ്മയുടെ അമ്മ എടുത്തു തരുന്ന ആഹാരത്തോടൊപ്പം അമ്മയുടെ സ്നേഹവും കിട്ടാനുള്ള ഒരു ചെറിയൊരു വാശി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ രാവിലെ തന്നെ ചെന്നിട്ട് കുഞ്ഞാവായിരുന്ന സമയത്ത് ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചെന്ന് നിൽക്കുന്നത്. അപ്പം ഈ 4 വരികളിൽ ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാതുണ്ടോ എന്ന് നോക്കിയേ. എന്തൊക്കെയാണ്? ഏതാണ്? നീ ഇത് കാണുക, ആൺകുഞ്ഞ്, അതറിയാം അല്ലേ? കയ്യിൽ ചെറിയൊരു പാലിൻ്റെ പാത്രം. പയ്യെന്ന് പറഞ്ഞാൽ പശു. പശുവിനെ കാലേ കറന്നിടുന്ന, രാവിലെ തന്നെ, കാലേ മീൻസ് രാവിലെ തന്നെ കറന്നിടുന്ന അമ്മയുടെ മെയ്യെന്ന് പറഞ്ഞാൽ ശരീരം. മെയ്യിൻ്റെ വലം വശത്തിങ്ങനെ ചാരി നിൽക്കുക. ആ ചിത്രമാണ് നമ്മൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. നീതു കാൺകോരാൻ കുഞ്ഞിതാതൻ കുഞ്ഞി കയ്യിൽ ചെറിയ പാൽപാത്രവുമായി പയ്യനെ കാലേ കറന്നിടുമമ്മതൻ മെയിൻ വലം വശം ചാരി നിൽപ്പൂ. അപ്പോൾ ഈ 4 വരിയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നല്ലേ? അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും വരികൾ നല്ല ഈണത്തിൽ വായിച്ച് പഠിക്കുക. അപ്പം ഇന്ന് ഈ 4 വരികൾ പഠിച്ചിട്ട് ബാക്കി നമുക്കിനി നാളെ പഠിക്കാം അല്ലേ? അപ്പം എല്ലാവരും വായിച്ച് പഠിച്ചിട്ട് നാളത്തെ ക്ലാസ്സിൽ റെഡി ആയിട്ട് വരണം. അപ്പം ബാക്കി എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത് മിസ്സ് പറഞ്ഞു തരാം. അപ്പോൾ ആ ചിത്രമൊക്കെ കണ്ടു നന്നായിട്ട് പാടി പഠിക്കുക, നല്ല ഈണത്തിൽ ചൊല്ലുക. ഈ 4 വരിയുടെ അർത്ഥം എന്തെങ്കിലും മനസ്സിലാവാതില്ല, എല്ലാ അർത്ഥം അല്ലേ? നല്ല സിമ്പിളായിട്ടുള്ള ലൈൻസാണ്. അപ്പം നന്നായിട്ട് പാടി പഠിക്കുക. ഈ 4 വരിയുടെ അർത്ഥം കഴിഞ്ഞിട്ട് ബാക്കി മിസ്സ് നാളത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ ചിൽഡ്രൻ, സീ യു.